നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇന്ന് നേർക്കുനേർ ഒരു ഏറ്റുമുട്ടൽ നടത്തുകയാണ്. മറ്റെങ്ങുമല്ല, പശ്ചിമ ബംഗാളിൽ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെയും BJPയുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ അല്ലെങ്കിൽ ആ റാലികൾ നയിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് നേതാക്കളും ഒരുമിച്ച് പശ്ചിമ ബംഗാളിൽ ഇന്ന് വന്നിരിക്കുന്നത്. ബംഗാളിലെ കുച്ച് ബിഹാറിലാണ് ഒരേ ദിവസം തന്നെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ റാലി നടക്കാൻ പോകുന്നത്. എന്തായാലും 2019 മുതൽ തന്നെ BJP കാര്യമായ നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ കുച്ച് ബിഹാർ എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യമായിട്ടാണ് മമതാ ബാനർജിയും നരേന്ദ്രമോദിയും ഒരേ ദിവസം തന്നെ രണ്ട് റാലികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരേ സ്ഥലത്ത് കളം നിറയാൻ പോകുന്നത്. എന്തായാലും ബാനർജി ഇപ്പോൾ BJPയെ നിരന്തരം വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ബംഗാളിൽ നിന്നും കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വെല്ലുവിളികൾക്കെല്ലാം പിന്നിൽ കടുത്ത ആശങ്ക തന്നെയാണ്. കാരണം ഈ അടുത്ത് പുറത്തു വന്നിട്ടുള്ള എല്ലാ സർവേ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ബംഗാളിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും, അപ്രതീക്ഷിതമായ ഒരു നേട്ടം അവർ ഉണ്ടാക്കുമെന്ന് തന്നെയാണ്. ഈ റിപ്പോർട്ടുകളിൽ തൃണമൂൽ കോൺഗ്രസിന് കാര്യമായ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും അവർ INDA സഖ്യത്തോടു കൂടി ഏറ്റുമുട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിജയിച്ച് കാണിക്കേണ്ടത് മമതയെ സംബന്ധിച്ച് അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് മുന്നിൽ നിൽക്കുന്നത്. വലിയ വ്യാപകമായ രീതിയിൽ തന്നെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം മമതാ ബാനർജി ഓടിയെത്തുന്നുണ്ട്. ഓരോ മുക്കിലും മൂലയിലും മമതാ ബാനർജി തന്നെ നേരിട്ട് എത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കരുത്തരെ തന്നെ BJP കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ പശ്ചിമ ബംഗാളിൽ തങ്ങൾക്ക് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ വലിയ നേട്ടം BJP ഇത്തവണ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും രണ്ട് നേതാക്കൾ, അതും ഒരു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സ്ഥലത്ത് തന്നെ റാലികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് രംഗത്തെത്തുമ്പോൾ തീർച്ചയായും ഏറ്റവും അധികം ജോലി ഭാരമുള്ളത് സുരക്ഷാ ഏജൻസികൾക്ക് തന്നെയാണ്. സുരക്ഷാ ഏജൻസികൾ കനത്ത നിരീക്ഷണം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ജാഗ്രതയോടുകൂടി ഇന്റലിജൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു തരത്തിലും ഒരു മോശം സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നിർണായകമായ ഇടപെടലുകളും ഇന്റലിജൻസ് ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പശ്ചിമ ബംഗാൾ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മമതയുടെയും മോദിയുടെയും നേരിട്ടുള്ള ആദ്യത്തെ പോരാട്ടത്തിന് കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.